Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidil Mursaleen wa ala alihi wa ashabihi ajma'in. Bismillahir Rahmanir Rahim. Ihdina as-siratal mustaqim. Siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin. Sadaqallahul aliyyul 'azim. സമുന്നതരും സമാദരണീയരുമായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, സംഘടനാ സാരഥികൾ, അഭ്യുദയകാംക്ഷികളാകുന്ന മുഴുവൻ പ്രവർത്തകരും സാരഥികളും പ്രതിനിധികളും, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വർഗീയ ആരാമത്തിൽ ഒരുമിക്കുന്ന മഹത്തായ സംഗമമായി സ്വീകരിക്കുമാറാകട്ടെ. സമയ പരിമിതി മൂലം ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യനിർവഹണം നിർവഹിക്കുകയാണ്. ഇവിടെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന അധ്യായം. പ്രസ്ഥാന വിഷയങ്ങളിൽ തലപ്പത്തിരിക്കുവാൻ വിഷയങ്ങളുടെ ഹെഡായി കണക്കാക്കേണ്ട വിഷയമാണ് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയം. ഒരു ദിവസം നിർബന്ധമായും 17 പ്രാവശ്യം ഫറളായ നിസ്കാരങ്ങളിൽ റബ്ബിനോട് നാം പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമാ വഴിയിൽ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ എന്ന പ്രാർത്ഥന. അതിൽ നിന്ന് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുന്നതേ ഉള്ളൂ. ഈ മഹത്തായ വിഷയത്തെ ചരിത്രത്തിൽ ഇടം തേടിയ സുപ്രധാന വ്യക്തിത്വങ്ങളായ 3 ഇമാമുമാരിലൂടെ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. സംഘടനയുടെ 3 അത്യുത്തമരാകുന്ന ആത്മീയ പണ്ഡിതന്മാർ ഇവിടെ അത് അനാവരണം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 3 ശ്രേഷ്ഠന്മാരെന്ന് പറയുമ്പോൾ അബുൽ ഹസൻ അൽ അശ്അരി റഹ്മഹുല്ലാ അവരെയും, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മഹുല്ലാ അവരെയും, ഇമാം അൽ ജുനൈദ് അൽ ബഗ്ദാദി റഹ്മഹുല്ലാ അവരെയും, ഈ 3 പണ്ഡിതന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 സമുന്നതമാകുന്ന വിഷയങ്ങളെ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. അബുൽ ഹസൻ അൽ അശ്അരി റഹ്മഹുല്ലാ മഹാനവർകളിലൂടെ അൽ ഈമാൻ, അൽ ഇഅ്തിഖാദ്, ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഏറ്റവും ആധികാരികമായ വിഷയം ബഹുമാനപ്പെട്ട ഇമാം അവർകളിലൂടെ അവർ ഇവിടെ അവതരിപ്പിച്ച മനോഹരമാകുന്ന മാർഗത്തിലൂടെ അവലംബമാക്കി ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ മഹാനവർകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ദീൻ, ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, ഈ പരിശുദ്ധമായ ദീൻ 3 ചരടുകളെ കോർത്തിണക്കി വലിയൊരു വടമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ വടമാണ് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന ഈ വടം 3 ഇഴകളെ കോർത്തിണക്കിയതാണ്. അതിൽ ആ 3 ഇഴകളെ കുറിച്ചാണ് മഹാനായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സമാഗതമായപ്പോൾ അവിടുന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്തത്. ഒമൽ ഈമാനു, ഒന്ന് ഈമാൻ എന്താണ് എന്നായിരുന്നു ചോദിച്ചത്. ഈമാൻ എന്തായിരുന്നു എന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റഹ്മഹുല്ലാ മഹാനവറുകൾ ഇവിടെ അവതരിപ്പിച്ചതെന്ന ആധികാരികമാകുന്ന വിശ്വാസ പ്രമാണങ്ങളെ അവലംബിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് അതാണ്. പിന്നീട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം തമ്മിലുള്ള സംഭാഷണത്തിൽ ഒമൽ ഇസ്ലാം, ഇസ്ലാം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. ആ ഇസ്ലാമിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്ന സമുന്നതമായ മദ്ഹബിന്റെ ഇമാമായ നമ്മുടെ ഉന്നത വ്യക്തിത്വത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇസ്ലാം എന്ന മഹത്തായ വിഷയത്തെ കുറിച്ചാണ്, അഥവാ ഫിഖ്ഹിനെ കുറിച്ചാണ്, അഥവാ ഫുറൂഉദ്ദീനിനെ കുറിച്ചാണ്. മൂന്നാമത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭാഷണത്തിൽ അമൽ ഇഹ്സാൻ, ഈ ഇസ്ലാമും ഈ ഈമാനും ഫലപ്രദമാകാനുള്ള മാർഗം എന്താണ്?
അലങ്കാരമുള്ളതാകാൻ, അനുഗ്രഹീതമാകാൻ, സ്വീകരിക്കപ്പെടുന്നതാകാൻ, നിഷ്കളങ്കമാകാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചപ്പോൾ, അൽ ഇഹ്സാനു എന്ന് ചോദിച്ചപ്പോൾ, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. ആത്മീയമായി ഏകയിലാഹായ അല്ലാഹുവിനെ മാത്രം നിസ്വാർത്ഥമായി ആരാധിച്ച് ആദരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോഴേ അത് ഗുണകരമാകുന്നു എന്ന ചർച്ചയാണ് നടന്നത്. ഈ അടിസ്ഥാനപരമായ 3 വിഷയങ്ങളെ ഇഴചേർത്തുകൊണ്ടാണ് വഅതസിമു ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ എന്ന മഹത്തായ വടം ഇവിടെ നമുക്ക് അല്ലാഹു സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ഏറ്റവും ആധികാരികമായ പഠന വിഷയമായി നാം ഗ്രഹിക്കേണ്ട വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇവിടെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ ദീൻ, ഈമാനിനെ കുറിച്ച് നാം വിശ്വസിക്കുന്നത്, വിശ്വാസത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാഹ് ജീവിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസ വൈകല്യങ്ങളുടെ വേലിയേറ്റം കൊണ്ട് മനുഷ്യർ സത്യമേതാണ് അസത്യമേതാണ് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ കുഴങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാഹ് വളരെ സാഹസികമായി അധ്വാനിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ യഥോചിതം സാധാരണക്കാർക്ക് വരെ മനസ്സിലാകത്തക്ക രൂപത്തിൽ വളരെ സിറാത്തുൽ മുസ്തഖീമായി നമുക്ക് വരച്ചു കാട്ടിത്തന്നത്. അശ്അരി ഇമാം തന്നെ 40 വർഷത്തോളം മുഅ്തസിലി വിശ്വാസങ്ങളിൽ ഒരു പക്ഷേ വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ അതിലിടപെട്ടിട്ടുണ്ട്. 40 വർഷം അശ്അരി മുഅ്തസിലി വിശ്വാസങ്ങളിൽ ഇടപെട്ടതിന്റെ ശേഷം, അവരുടെ മുഴുവൻ കുൽസിത കുതന്ത്രങ്ങളെ പഠിച്ചതിന്റെ ശേഷം അതിന് മുഴുവനും വ്യക്തമായി മറുപടി നൽകിക്കൊണ്ട് മരിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ ഇനി ഒരാശങ്കയ്ക്ക് അവകാശമില്ലാത്ത രൂപം വളരെ സ്പഷ്ടമായി വ്യക്തമായി അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാഹ് നമുക്ക് വിശ്വാസം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. എന്തെല്ലാം വൈരുദ്ധ്യങ്ങളാണ്! പാപം ചെയ്തു പോയാൽ അവൻ മുസ്ലിമുമല്ല, അവൻ കാഫിറുമല്ല എന്നൊരു വിശ്വാസം മുഅ്തസിലിയാക്കൾ സമുദായത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. മുർതക്കിബുൽ കബീറ, വൻ പാപം ചെയ്തു പോയാൽ അവൻ മുസ്ലിമുമല്ല, അവൻ കാഫിറുമല്ല. കാഫിറിന്റെയും മുസ്ലിമിന്റെയും ഇടയിൽ മൻസിലത്തും ബൈനൽ മൻസിലത്തൈൻ, ഒരു പുതിയ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അബുൽ ഹസൻ അശ്അരി ഇമാം താത്വികമായി നേരിടുകയായിരുന്നു. ആദർശപരമായി നേരിട്ടുകൊണ്ട് അതിനെ വളരെ ശക്തിയുക്തം എതിർക്കുകയും ബഹുമാനപ്പെട്ട ഈ ഇമാം നമുക്കതിന്റെ ആധികാരികമായി അത് പഠിപ്പിച്ചു തരികയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങളൊക്കെ ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം അവർകൾ ഇവിടെ അവതരിപ്പിച്ചു തരുന്നതാണ്. അതുപോലെ അല്ലാഹുവിന്റെ സിഫാത്തുകൾ ഇല്ല എന്ന് വാദിക്കുന്നവർ ഉണ്ട്, പക്ഷെ അത് ഖദീമല്ല എന്ന് വാദിക്കുന്നവർ, ചിലതുണ്ട് ചിലതില്ല എന്ന് വാദിക്കുന്നവർ, ഇങ്ങനെ അല്ലാഹു തആലയുടെ വിശ്വാസത്തിൽ അല്ലാഹുവിന് അവയവങ്ങളുണ്ട്, അംഗങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, അവന് ഇരിപ്പും കിടപ്പും നടപ്പും ഇരുത്തവുമുണ്ട്. ഇങ്ങനെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ ഒരുപാട് വൈകല്യങ്ങൾ സൃഷ്ടിച്ച് നമ്മളെല്ലാവരും വഴിതെറ്റിപ്പോകുന്നൊരു ചുറ്റുപാടായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാഹ് ജനിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. എത്രമാത്രം സാഹസികമായി അധ്വാനിച്ചിട്ടാണ് അതിനെയെല്ലാം തച്ചുടച്ച് മുസ്തഖീമായ മാർഗം നമുക്ക് കാണിച്ചു തരാൻ അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാഹ് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരണം പിറകെ വരുന്നുണ്ട്. വിഷയത്തിന്റെ ഗൗരവം ഞാൻ നിങ്ങളെ ഒരു ചെറുതായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ആവശ്യമുള്ളത് മുഴുവൻ എഴുതിയെടുത്ത് അത് മുഴുവൻ ഹൃദ്യമായി പഠിച്ചു വേണം നാം സമുദായത്തിന്റെ മുമ്പിൽ പ്രവർത്തകരായി ഇറങ്ങേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ക്ലാസുകൾ സശ്രദ്ധം ശ്രവിക്കണമെന്ന് വിനീതം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് ബഹുമാനപ്പെട്ട പൊന്മള ശൈഖുന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉസ്താദ് അവർകൾ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മഹുല്ലാഹ് നമ്മുടെ ഇമാം അവർകളാണ്. നമുക്കറിയും, നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങളെ നോക്കിയെടുക്കാൻ സാധ്യമല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങളെ നോക്കിയെടുക്കാൻ സാധ്യമല്ല. ആഴമേറിയ കടലോളം വലിപ്പമുള്ള കടലുകൾ 10,000 ഉണ്ടായാലും ആശയങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ലാത്ത പരിശുദ്ധ ഖുർആനിന്റെ ആഴവും പരപ്പും അറിഞ്ഞ് ഇടപെടാൻ ആധികാരികമായ കെൽപ്പുള്ള
പണ്ഡിത ശ്രേഷ്ഠരായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മഹുല്ലാഹ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മുഴുവൻ ഹിജ്റ 150 ജനിച്ച് 204 വഫാത്താകുമ്പോൾ 54 വയസ്സുകൊണ്ട് ജനകോടികളെ മുഴുവനും ആദർശത്തിന്റെ സിറാത്തുൽ മുസ്തഖീമായ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തുവാൻ ആവുന്നത് മുഴുവനും അധ്വാനിച്ച ധീര കേസരിയാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മഹുല്ലാഹ്. അവരേറ്റെടുത്തത് ഫിഖ്ഹായിരുന്നു. ഫിഖ്ഹ് അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ അൽ മുക്തസബ മിൻ അദില്ലത്തിഹി തഫ്സീലിയ. ഇമാം സുബ്കി റഹ്മഹുല്ലാഹ് തന്റെ ജംഉൽ ജവാമിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ കളിപ്പാവയല്ല. ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ ആർക്കും ഇറങ്ങി ഇടപെടാൻ പറ്റിയ ലളിതമായ മാർഗമല്ല. അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും കർമ്മപരമായ പ്രവർത്തനങ്ങളുടെ യഥാസ്ഥിതി എന്താണെന്ന് വ്യക്തമായി അതിന്റെ നിയമങ്ങൾ വ്യക്തമാക്കുവാനുള്ള വിജ്ഞാന ശാഖയാണ് ഇൽമു അൽ മുക്തസബു മിൻ അദില്ലത്തിഹി തഫ്സീലിയ. പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസ് ഷരീഫിന്റെയും വ്യക്തമായ തെളിവുകളുടെ എല്ലാ വശങ്ങളും പഠിച്ച് ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് ഖുർആനിലേക്ക് ചിന്തിക്കുവാൻ ഇറങ്ങുന്നതിന് വേണ്ടി 20 വർഷം അറബി ഭാഷയുടെ എല്ലാ മുഖും മൂലയും എല്ലാ ഭാഗവും സാഹിത്യവും നഹ്വും സർഫും ജീവിതം മുഴുവൻ ഇൽമിന് വേണ്ടി സഹിച്ച ത്യാഗം ചെയ്തതിന്റെ ശേഷമാണ് ഈ മനോഹരമായ സംഭാവന നമുക്ക് ചെയ്തത്. മുസ്തഖീമായ ഒരു മാർഗമായി എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് പിടിക്കണം, എങ്ങനെ ഇബാദത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചും അവന്റെ സിഫാത്തുകളെ കുറിച്ചും വിശ്വസിക്കുന്നതിന് അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ സാഹസികമായ അധ്വാനത്തിലൂടെ സിറാത്തുൽ മുസ്തഖീം കാണിച്ചു തന്നതുപോലെ എങ്ങനെ നോമ്പ് പിടിക്കണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ കർമാനുഷ്ഠാനങ്ങളെ കുറിച്ച് ആഴവും പരപ്പുമുള്ള വിജ്ഞാനത്തിന്റെ വിഹായസിലേക്ക് ഇറങ്ങി ജീവിതം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മഹുല്ലാഹ് ആ ത്യാഗത്തിൽ നമുക്ക് സംഭാവന ചെയ്തത്. അതാണ് പുത്തനാശയക്കാർ ഈസിയായി കൈകാര്യം ചെയ്യുന്നത്. ഒരു ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് ഹുക്ം പറയുന്നത്, ഒരു ആയത്തെടുത്ത് വെച്ചുകൊണ്ട് നിയമം പറയുന്നത് എത്രമാത്രം അബദ്ധജടിലമായ അന്ധവിശ്വാസമാണെന്ന് ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നമുക്ക് ഇൽമും ഈമാനും ഇസ്ലാമും ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു നമ്മളുമായി ബന്ധമുള്ളൂ. ആ ബന്ധത്തിന്റെ സുന്ദരമാകുന്ന സൗകര്യങ്ങളെയും അദബുകളെയും പഠിപ്പിക്കുന്ന വിഷയമാണ് അൽ ഇഹ്സാൻ. തസവ്വുഫ് എന്ന് പറയുന്ന സൂഫി മേഖല എന്ന് പറയുന്ന അൽ ഇഹ്സാൻ സവാബ് കിട്ടാൻ വേണ്ടി അതാണ് നാം ചെയ്യേണ്ടത്. ഹൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങൾക്ക് ഞാൻ ജീവിതവും മരണവും നൽകിയിട്ടിരിക്കുന്നത് എന്തിനാണ്? ഈ ജീവിത മരണത്തിന്റെ ഇടയിൽ അയ്യുക്കും ലിയബ്ലുവക്കും നിങ്ങളെ ഞാനൊന്ന് പരിശോധിക്കുകയാണ്. അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളുടെ അമൽ ചെയ്താൽ പോരാ, ആ അമൽ ഇഹ്സാൻ ഉള്ളതാകണം, ഇഖ്ലാസ് ഉള്ളതാകണം. ഇഖ്ലാസുള്ള അമലുകൾ കൊണ്ടേ പ്രയോജനമുള്ളൂ. നാം ഇത്രയും അറിയ 60ാം വാർഷിക സമ്മേളനം ഒരു കൊല്ലത്തെ അധ്വാനമാണ്. ഈ അധ്വാനത്തിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി അൻതഅബുദല്ലാഹ കഅന്നക തറാ. ഈ നിലയിൽ പ്രവർത്തിച്ചവരാണ് നാം. നമ്മുടെ ഗുരുക്കന്മാർ അതാണ് പഠിപ്പിച്ചു തന്നത്. അതിന്റെ വിശദ വിവരമാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളിലൂടെ അബൂബക്കർ ബേക്കൽ ഉസ്താദ് അവർകൾ നമുക്ക് ആ വിഷയം അവതരിപ്പിച്ചു തരികയാണ്. ചുരുക്കത്തിൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും എന്ന ഏറ്റവും സമുന്നതമായ വിഷയത്തിന്റെ ഹെഡായ കാതലായ ഒരു പ്രധാന വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ഗൗരവത്തോടെ എന്റെ പ്രിയപ്പെട്ട പ്രതിനിധികൾ, പ്രവർത്തകർ അത് ഉൾക്കൊള്ളണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി, സർവാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളെ ആധികാരികമായി പഠിച്ച് മുത്തഖിയായി ജീവിച്ച് കാമിലായി ഈമാനോടെ മരിക്കാൻ നമുക്കും നമ്മുടെ മുഴുവൻ ഗുരുക്കന്മാർക്കും കുടുംബാദികൾ ബന്ധുമിത്രാദികൾക്കും സർവാധിപതിയായ
സർവശക്തിയായ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഊസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സിറാത്തുൽ മുസ്തഖീം സെഷനിൽ